ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യം പറയടി, നീ എന്നെ കൊല്ലാൻ വല്ല പ്ലാൻ ചെയ്യുവാണോ? ആ കറക്റ്റ്, അത് തന്നെ. പക്ഷെ കൊല്ലാനല്ല, മരിക്കാൻ പോകുന്നതായിട്ട് അമ്മ അഭിനയിക്കണം. മരിക്കാൻ പോകുന്നതായി അഭിനയിക്കാനോ? ആ അതെ അമ്മേ, അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതായിട്ട് ഒന്ന് അഭിനയിക്കണം. അളിയാ സോറിടാ. സോറി പറഞ്ഞ എല്ലാം കഴിഞ്ഞല്ലോ. അവന്റെ മോന്ത കണ്ടാലും മതി, ഒരെണ്ണം തന്നാണ്ടല്ലോ. അളിയാ, ഇതുവരെ ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തില് ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? ഇതൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ. ഞാൻ കെട്ടാൻ പോണ പെണ്ണിനെ തീയിട്ട് കൊല്ലാൻ നോക്കുന്നതാണോടാ അബദ്ധം. അവൻ ആ പീറ വേലക്കാരൻ, അവസരം മുതലാക്കി അവൻ ഹീറോയായി. അല്ല, അവനാണല്ലോ അവളുടെ സൂപ്പർ ഹീറോ. എല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. മച്ചാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ പറഞ്ഞ നീ എടുത്തു ചാടി ദേഷ്യപ്പെടരുത്. നീ കാര്യം പറടാ. നിനക്ക് ഈ ബന്ധം വേണോ അളിയാ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? അല്ലടാ, അവളുടെ മനസ്സിൽ നീയില്ല, ആ രാജുവാണെന്നാ തോന്നുന്നത്. നീ എന്താടാ പറയുന്നേ? എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എടാ റോഹ, ആ പെണ്ണ് അവനെ നോക്കുന്ന നോട്ടവും സംസാരവും കണ്ടാ അറിയാം. അവളുടെ മനസ്സില് അവനാണെന്ന്. വിവാഹം കഴിച്ചെന്നുള്ള പേരില് ഒരുമിച്ച് കുറെ കാലം ജീവിച്ചല്ലേ. എടാ, കണ്ടവന്റെ വീഴ്പി ചുമക്കേണ്ട ആവശ്യം നിനക്കുണ്ടോ? മനസ്സിലായില്ല. എടാ, പച്ചയ്ക്ക് പറഞ്ഞ രാജുവിന്റെ കൂടെ കുറെ കാലം കഴിഞ്ഞ ഋതികയുടെ അവളുടെ ചാരിത്രത്തിൽ എനിക്ക് സംശയമുണ്ട്. എടാ, അവള് വെർജിനാണോ അല്ലയോ എന്ന് ആര് കണ്ടു? അളയാ, ഇവന് വിവരമില്ലാതെ ഓരോന്ന് പറയുന്നതാ. നീ അത് കാര്യമാക്കല്ലേ. നിനക്ക് മതിയാടാ. ഞാൻ പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ സോറി. അയ്യോ, നീ എന്ത് പണിയടേ കാണിച്ചേ? എന്റെ ചെലവില് വയറു നിറയാൻ ഞാൻ വാങ്ങിച്ചെന്ന കള്ളും വലിച്ചു കയറ്റിട്ട് എന്റെ പെണ്ണിനെ കുറിച്ച് ആഭാസം പറയുന്നോടാ. എടാ, നിനക്ക് ഭ്രാന്താണോ റോഹ? ഇവൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നീ അനുഭവിക്കും. അവളുടെ പിന്നാലെ പോയാ നീ ഇനിയും അനുഭവിക്കും. കണ്ടോടാ, നീ വാടാ. അവള് വെർജിനല്ല അത്രേ. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പെണ്ണോട് ഇഷ്ടം തോന്നിയതാ. എന്നിട്ട് അവളുടെ മനസ്സിൽ മറ്റൊരുത്തൻ. യവൻ പറഞ്ഞതുപോലെ അവളുടെ ശരീരം അവൻ സ്വന്തമാക്കി കാണൂ. അറിയണം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തണം. എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പില് അവള് വെർജിനാണെന്ന് എനിക്ക് തെളിയിക്കണം. എന്തു പറ്റിയടി നിനക്ക്? നീ എന്തിനാ എന്നെ ചുറ്റിപ്പറ്റി ഇവിടെ കറങ്ങി നിൽക്കുന്നേ? നിനക്കവിടെ കിച്ചണിൽ വല്ല പണിയും ചെയ്ത് എന്നെ ഒന്ന് സഹായിച്ചൂടെ? അതിനെ പൂത്ത കാശിരിപ്പുണ്ടല്ലോ, ഒരു ജോലിക്കാരിയെ വെക്കണം. അല്ലാതെ കിച്ചണിൽ പണി ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഓ,
പണി ചെയ്താ മാഡത്തിന്റെ കയ്യിലുള്ള വള ഊരി പോവുമായിരിക്കും അല്ലേ? ആ ഊരി പോവും. മനുഷ്യൻ തലയ്ക്ക് തീ പിടിച്ച ഓരോന്ന് ആലോചിക്കുമ്പോഴാ അമ്മയുടെ കിച്ചണിൽ ഒരു പണി. ഇതിന് മാത്രം എന്ത് കാര്യമാണ് നീ ആലോചിക്കുന്നത്? അമ്മേ, എന്റെ രാജുവിന്റെ വിവാഹം നടത്തണ്ടേ? അതും എത്രയും പെട്ടെന്ന് നടത്തണ്ടേ? അതിനെന്തെങ്കിലും പോംവഴി ഉണ്ടോന്നാ ഞാൻ ഈ ആലോചിക്കുന്നേ. ബെസ്റ്റ്. ആ ചെറുക്കൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് സമ്മതിക്കുന്ന ദിവസം കാക്ക മലന്ന് പറക്കും. അമ്മേ, അംബികമ്മയുടെ നമുക്ക് ക്യാഷ് തന്നതാ, അതമ്മ മറക്കരുത്. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തിയില്ലെങ്കിലേ അവരിങ്ങ് വരും. ആ ക്യാഷ് തിരിച്ചു വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും. ആണോടി? ആണോടി? അതെ, അവരുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. അവരെ ഇടഞ്ഞു കഴിഞ്ഞാലേ മഹാപ്രശ്നക്കാരിയാ. അയ്യോ, അപ്പൊ കയ്യില് കിട്ടിയ ക്യാഷ് പോവോ? ആ, കയ്യിൽ കിട്ടിയ ക്യാഷ് പോവുക മാത്രമല്ല, ബാക്കി തരാന്ന് പറഞ്ഞതേ കിട്ടത്തുമില്ല. എടി, എന്താടി ഒരു വഴിയുള്ളേ? അശോ, അതല്ലേ ഞാൻ ഈ ആലോചിക്കുന്നേ. നീ ആലോചിക്ക്, ആലോചിച്ചൊരു വഴി കണ്ടുപിടിക്കേ. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തണം. അമ്മേ, ഒരു വഴിയുണ്ട്. എന്താടി? പക്ഷേ അമ്മയെ കൊണ്ട് എനിക്കിത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ടോ? അതെ അമ്മേ, അമ്മയ്ക്ക് അതിനെ കൊണ്ട് പറ്റൂ. അമ്മയാണ് കറക്റ്റ് ആള്. നീ ഇത് എന്തുവാടി പറയുന്നേ? സത്യം പറയടി, നീ എന്നെ കൊല്ലാൻ വല്ല പ്ലാൻ ചെയ്യുവാണോ? ആ, കറക്റ്റ്, അത് തന്നെ. പക്ഷെ കൊല്ലാനല്ല, മരിക്കാൻ പോകുന്നതായിട്ട് അമ്മ അഭിനയിക്കണം. മരിക്കാൻ പോകുന്നതായി അഭിനയിക്കാനോ? ആ അതെ അമ്മേ, അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതായിട്ട് ഒന്ന് അഭിനയിക്കണം. അമ്മയെ ഞങ്ങൾ എല്ലാരും കൂടിയിട്ടേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോ ഡോക്ടർ പറയും അമ്മയ്ക്ക് ഭയങ്കര സീരിയസ് ആണെന്ന്. അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ അമ്മ പറയണം അമ്മയുടെ അവസാനത്തെ ആഗ്രഹം ഞാനും രാജുവും തമ്മിലുള്ള വിവാഹം നടക്കുന്നതാണെന്ന്. അപ്പൊ വേറെ വഴിയില്ലാതെ അവർക്കത് സമ്മതിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്നതായി അഭിനയിക്കണം. നീ ഒന്ന് പോയേ, എനിക്ക് അഭിനയൊന്നും വശമില്ല. ഷോ, അമ്മ അത് പറയരുത്. അമ്മയ്ക്ക് അഭിനയം വശമില്ലായിരിക്കും, പക്ഷേ അംബിക മേഡം തരാൻ പോകുന്ന ക്യാഷ് വേണ്ടേ? ആ, അത് വേണം. ആ, എങ്കി അഭിനയിച്ചേ പറ്റുള്ളൂ അമ്മേ. എടി, നെഞ്ചുവേദനയായിട്ട് അഭിനയിക്കാം. പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോ ഡോക്ടർ പറയില്ലേ ഇവർക്ക് ഒരു പ്രശ്നമില്ലാന്ന്? അവര് ECG ഒക്കെ എടുത്ത് നോക്കില്ലേ? അമ്മേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനുള്ള ഇടപാടുകളെല്ലാം നമുക്ക് ചെയ്യാന്നേ. ആണോ? ഇതൊക്കെ നടക്കുമല്ലോ അല്ലേ? വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? അകലേ നോവിനാലേ